അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച് കോൺഗ്രസ് BJP പ്രതിരോധത്തിലാക്കും എന്നുള്ളതും ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ ദുഷ്യന്ത് ചൗട്ടാല തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ BJPക്ക് ഇനി നിലനിൽപ്പില്ല. നമുക്കറിയാം, ദുഷ്യന്ത് ചൗട്ടാലയും മനോഹർലാൽ ഖട്ടറും തമ്മിലുള്ള ആ ഒരു ബന്ധമാണ് BJPയെ പോറലേൽപ്പിക്കാതെ ഇത്രയും നാളും അവിടെ ഭരണ മികവിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. എന്നാൽ മനോഹർലാൽ ഖട്ടർ രാജിവെച്ചതിന് ശേഷം BJPക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പുണ്ടായിരിക്കുന്നു. BJPയിലെ ചില നിയമസഭാ സാമാജികർ കോൺഗ്രസിലേക്ക് ചേക്കേറാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടക്കുകയാണ്. വളരെ വൈകാതെ തന്നെ അവർ കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കിയുള്ള ഹരിയാനയുടെ കാര്യത്തിൽ ഇനി BJPക്ക് പ്രതീക്ഷ ഒന്നും തന്നെ ഇല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10-ൽ 10 നേടിയെടുത്ത 2019 മാസ്മരിക പ്രകടനം നടത്തിയ അതേ BJPക്ക് ഇക്കുറി ഉണ്ടായത് വൻ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയാണ്. 5 മണ്ഡലങ്ങളിൽ തോൽവിയും അതുമാത്രമല്ല ഭൂരിപക്ഷം ഗണ്യമായി കുറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി. ആകെ മനോഹർലാൽ ഖട്ടറിന്റെ ഭൂരിപക്ഷമാണ് സാമാന്യം ഭേദപ്പെട്ടത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ വളരെ ദയനീയമായിട്ടുള്ള വിജയം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. നിലവിലെ കുരുക്ഷേത്ര ലോക്സഭാ മണ്ഡലത്തിൽ പോലും ആം ആദ്മി പാർട്ടി ഒരു ഘട്ടത്തിൽ വിജയിക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു. 21,000 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടത്. നിലവിൽ കോൺഗ്രസും ആം ആദ്മിയും ചേർന്നുള്ള സഖ്യമായിരിക്കും അവിടെ മത്സരിക്കുക എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആം ആദ്മിക്ക് 5 സീറ്റ് വരെ നൽകാൻ ധാരണയാകുന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് അവരുടെ തീരുമാനം എടുത്തിരിക്കുന്നത്. 85 സീറ്റുകളിൽ കോൺഗ്രസും 5 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയും എന്ന രീതിയിലേക്കായിരിക്കും അവിടെ മത്സരം നടക്കുക. 90 സീറ്റുകളാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ളത്. ഭൂവിന്ദർ സിംഗ് ഹൂഡയാണ് നിലവിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് കോൺഗ്രസ് വീണ്ടും ശ്രമിക്കുന്നത്. എന്നാൽ രൺദീപ് സുർജേവാലയെ ഉയർത്തിക്കാട്ടണമെന്ന് ചില കോണുകളിൽ നിന്നും അഭിപ്രായവുമുണ്ട്. സെൽജകുമാരി എന്ന വനിതാ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടി ഹരിയാനയിൽ വനിതാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ഖ്യാതി നേടാനും കോൺഗ്രസിനുള്ളിൽ ചില കോണുകളിൽ അഭിപ്രായമുണ്ട്. എന്നാൽ ഏറ്റവും വലിയ മെജോറിറ്റി സപ്പോർട്ട് ഭൂവിന്ദർ ഹൂഡയ്ക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതിനാൽ തന്നെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി നീങ്ങണം എന്നാണ് AICCയുടെ നിർദ്ദേശം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ കോൺഗ്രസിന് തന്നെയാണ് മുൻതൂക്കം എന്നാണ് ഒപ്പീനിയൻ പോൾ സർവേകളിലെല്ലാം തന്നെ വന്നിരിക്കുന്നത്. 90-ൽ 60ഓളം സീറ്റുകൾ നേടിയെടുക്കാൻ കഴിയും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവർ. എന്നാൽ 3-ൽ 2 ഭൂരിപക്ഷം നേടിയെടുത്തുകൊണ്ട് വീണ്ടും അധികാരം നിലനിർത്താൻ കഴിയുമെന്ന അവകാശവാദവുമായി സൈനിയും മുന്നോട്ട് വരികയാണ്. നിലവിലെ സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് BJP അവിടെ ഓരോ കരുക്കളും നീക്കുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി കൂടുതൽ മുന്നേറ്റം നടത്താൻ വേണ്ടി BJP ഹരിയാനയിലേക്ക് പ്രധാനപ്പെട്ട ചില വ്യക്തികളെ നിയോഗിച്ചിട്ടുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മയെ വീണ്ടും ഉപയോഗിക്കണമോ വേണ്ടയോ എന്ന രീതിയിലേക്കാണ് BJP കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമുക്കറിയാം, അട്ടിമറിക്കാൻ വിരുദ്ധനായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മയെ മഹാരാഷ്ട്രയിൽ ഇറക്കിയാണ് അവിടെ ഉദ്ധവ് താക്കറെ സർക്കാരിനെ തള്ളിയിട്ടത്. അതുപോലെ തന്നെ കോൺഗ്രസ് MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമം നടത്താൻ അവർ ഉപയോഗിക്കുന്ന ഏക മാർഗം ഇതുപോലുള്ള ട്രബിൾ ഷൂട്ടേഴ്സിന് മാത്രമാണ്. അത് പക്ഷേ ഇത്തവണ വില പോകില്ല എന്ന് തന്നെയാണ് AICC നിർദ്ദേശം.